ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച തെരുവുനായ ജനന നിയന്ത്രണ പദ്ധതി അഥവാ ABC സംസ്ഥാനത്ത് നിലച്ചു. സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ABC കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 20 കേന്ദ്രങ്ങൾ മാത്രം. 3 ജില്ലകളിൽ ഒരു ABC കേന്ദ്രം പോലും പ്രവർത്തിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളിലെ നൂലാമാലകളാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുമ്പോൾ ജനങ്ങൾ തെരുവുനായയുടെ കടിയേൽക്കാതിരിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. നമ്മളെല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് വെറ്റിനറി ഡോക്ടർമാർ വേണം. ഇപ്പോൾ കേരളത്തിൽ വെറ്റിനറി ഡോക്ടർമാർ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് എടുക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു ഓർഡർ അടിച്ച് പഞ്ചായത്തുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധപൂർവ്വം അത് നടപ്പിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ ഫണ്ട് എവിടുന്ന് മാറ്റിവെക്കണമെന്ന് പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. മന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട ജനങ്ങൾ സന്തോഷിച്ചു. ഇനി പട്ടികടി കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന് ആശ്വസിച്ചു. പ്രഖ്യാപനം നടന്ന് വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എങ്ങും എത്തിയില്ല. തെരുവുനായയുടെ കടിയേൽക്കാതിരിക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം. കാൽനടയായും ഇരുചക്ര വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവരെ തെരുവുനായ ഓടിച്ചിട്ട് കടിക്കുകയാണ്. അത് വഴിയോരത്ത് നിന്ന് ആൾക്കാരെ കടിക്കുന്നുണ്ട്. പാവപ്പെട്ട പിള്ളേരൊക്കെ വരുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെയൊക്കെ ഇല്ലാതാക്കണം. നമ്മുടെ റോഡ് സൈഡിൽ നിന്നൊക്കെ അതൊന്നും വഴിയടക്കാൻ പറ്റത്തില്ല. നമ്മളെ കാണുമ്പോൾ നമ്മളെ കൂടെ ഓടി വരുന്ന രീതിയിലുള്ള കൊച്ചു പട്ടികളും വലിയ പട്ടികളും എല്ലാം കൂടിയാണ്. പരിസരത്തൊക്കെ ഭയങ്കര ശല്യമുണ്ട്. എങ്ങനെയെങ്കിലും അതിനെ കൊണ്ടുപോയി അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ 2 നേരം പട്ടി അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം പിടിച്ച് ഒരിടത്ത് കൊണ്ട് കളയുന്നു. എന്നിട്ട് അതിനെ ആ പട്ടികൾ നിരപ്പ് ഇങ്ങനെ നടക്കുമല്ലേ. പട്ടി അത് ഭയങ്കര ശല്യമായിട്ട് തന്നെ നടക്കുക. ഒരു പോർട്ടബിൾ ABC കേന്ദ്രമടക്കം സംസ്ഥാനത്ത് ആകെയുള്ളത് 20 ABC കേന്ദ്രങ്ങളാണ്. ഓരോ ദിവസവും നായ്ക്കളുടെ എണ്ണം കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇത്രത്തോളം നായ്ക്കളെ വന്ധീകരിക്കാൻ ഈ കേന്ദ്രങ്ങൾ മാത്രം കൊണ്ട് മതിയാകുമോ? തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പാലക്കാടും എറണാകുളത്തും 4 കേന്ദ്രങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 3 കേന്ദ്രങ്ങൾ. ബാക്കിയുള്ള ജില്ലകളിൽ ഓരോ ABC കേന്ദ്രവുമാണ് ഉള്ളത്. ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഓരോ ABC കേന്ദ്രം. ഈ കേന്ദ്രങ്ങളിലേക്ക് തെരുവ് നായ്ക്കളെ എത്തിച്ചു വന്ധീകരിക്കും. 5 ദിവസം ഈ കേന്ദ്രത്തിൽ പാർപ്പിക്കും, ഭക്ഷണം നൽകും. അതിനുശേഷം എവിടെ നിന്നാണോ ആ നായ്ക്കളെ പിടികൂടിയത് അതേ സ്ഥലത്ത് തന്നെ തുറന്നുവിടും. ഇതായിരുന്നു പദ്ധതി തകരാൻ കാരണം ജനപ്രതിനിധികളുടെ പിടിപ്പുകേടും കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളുമാണ്. പിടികൂടുന്ന ഓരോ നായയെയും വ്യത്യസ്ത കൂടുകളിൽ പാർപ്പിക്കണം. ശസ്ത്രക്രിയയ്ക്ക് ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ വേണം. ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കള വേണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള 5 ദിവസം നായയെ കേന്ദ്രത്തിൽ പാർപ്പിച്ച് നിരീക്ഷിക്കണം. ഈ നിർദ്ദേശങ്ങളൊക്കെയാണ് ഒരു ABC കേന്ദ്രത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ABC കേന്ദ്രങ്ങൾ തയ്യാറാക്കാൻ പല തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ആയില്ല. അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അതിന് മെനക്കെട്ടില്ല. ഒപ്പം പ്രാദേശികമായ എതിർപ്പുകളും പദ്ധതി അവതാളത്തിലാകാൻ കാരണമായി. തെരുവുനായ വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാനാണ് മിക്ക തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും തീരുമാനം. പക്ഷേ ആ കാലത്തിനിടയിൽ എത്ര പേർക്ക് പട്ടിയുടെ കടിയേൽക്കേണ്ടി വരും? ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.